Good morning, students. Welcome back to the class of mechanics. Today we are going to discuss about general properties of central force motion. We have already discussed central force motion and their derivations. Today we are going to focus on some general properties of central force motion. The equation mu vector double dot is equal to f of r into r cap is a vector equation, and although only a single particle is involved, there are three components to be considered. We have already derived the set equation during the last class, where mu vector r double dot which is equal to f of r into r cap, where mu is reduced mass, r double dot is the acceleration, f of r into r cap is the direction of central force. In this section, we shall see how to use the conservation law to find some general properties of the solution and to reduce the equation to an equation in a single scalar variable. Here, we know that we have already transferred two-body problem to a single body problem during the last class. In that section, we have discussed reduced mass, which is known as mu. Here, we are going to discuss one of the general property of central force motion, that is, the motion is confined to a plane. അതായത് സെൻട്രൽ ഫോഴ്സ് മോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ വൺ ഓഫ് ദി മെയിൻ പ്രോപ്പർട്ടിയാണ് ദി മോഷൻ ഈസ് കൺഫേംഡ് ഇൻ എ സിംഗിൾ പ്ലെയിൻ. അപ്പോൾ ഈ ജനറൽ പ്രോപ്പർട്ടിയിൽ വരുന്ന സെൻട്രൽ ഫോഴ്സ് മോഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന വൺ പ്ലെയിൻ ഉള്ളത്. അതായത് ഈ ഒരു സിംഗിൾ പ്ലെയിനിലൂടെ മാത്രമേ ഈ സെൻട്രൽ ഫോഴ്സ് മൂവ് ചെയ്യാറുള്ളൂ. ദി സെൻട്രൽ ഫോഴ്സ് എഫ് ഓഫ് ആർ ആർ ക്യാപ് ഈസ് എലോങ് വെക്ടർ ആർ ആൻഡ് ക്യാൻ എക്സേർട്ട് നോ ടോർക്ക് ഓൺ ദി റെഡ്യൂസ്ഡ് മാസ് മ്യൂ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഈ റെഡ്യൂസ്ഡ് മാസിലേക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഒരു ടോർക്കും ഉണ്ടാവുകയില്ല. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ടോർക്ക് ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ക്രോസ് വെക്ടർ എഫ്, വെയർ എഫ് ഈസ് ദി സെൻട്രൽ ഫോഴ്സ് വിച്ച് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എഫ് ഓഫ് ആർ ഇൻറ്റു r cap, where r cap is the unit vector. We can substitute vector unit vector r cap into vector r divided by mod r. You may familiar with this substitute. So r into vector r, this vector r cross vector r is 0. അതുകൊണ്ട് torque is equal to 0. Hence, the angular momentum capital L of mu is constant. എങ്ങനെയാണെന്ന് നോക്കാം. We know that torque is equal to d by dt of L. Torque is already 0. So, dl by dt is equal to 0. If dl by dt is equal to 0, L is a constant. So, we can confirm that angular momentum of mu is constant. It is easy to show that this implies that the motion of mu is confined to a plane. അപ്പോൾ ഈ രണ്ടും മൂന്നും പോയിന്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മോഷൻ ഓഫ് മ്യൂ ഈസ് കൺഫൈൻഡ് ടു എ പ്ലെയിൻ എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റും. എങ്ങനെയാണ് ഇതിനെ തെളിയിക്കുക എന്ന് നമുക്ക് നോക്കാം. സിൻസ് angular momentum vector L is equal to vector r cross mu into vector v, where velocity is equal to r dot. R is always perpendicular to L by the property of the cross product. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞത് L is constant ആണ്. എന്ന് വെച്ചാൽ എല്ലിന്റെ ഡയറക്ഷൻ മാറാറില്ല. അപ്പോൾ ഈ പിക്ചറിൽ എല്ല് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതനുസരിച്ച് എല്ലിന്റെ ഡയറക്ഷൻ മാറുന്നില്ലെങ്കിൽ ഈ സംഭവം എപ്പോഴും ഒരേ ഡയറക്ഷൻ. ഈ സംഭവം ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ ആർ ക്രോസ് വിയുടെ ഡയറക്ഷനും മാറാൻ പാടില്ല. കാരണം ആർ ക്രോസ് വിയുടെ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ എല്ല് മാറും. അപ്പൊ അതുകൊണ്ട് സിൻസ് എൽ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ദി ഡയറക്ഷൻ ഓഫ് ആർ ക്രോസ് വി വിൽ നോട്ട് ചേഞ്ച്. അപ്പോൾ ആർ ക്രോസ് വിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആറ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലുമായിട്ട് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇതൊരു പെർപെൻഡിക്കുലർ ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചാലും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഈ ആറിന്റെ മോഷൻ എപ്പോഴും ഈ എല്ലുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. എല്ലുമായിട്ട് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്ത് പറ്റും? ഈ ഡോട്ടഡ് വരച്ചതുപോലെ ഇതിന് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ദി വൺ പ്രോപ്പർട്ടി. അതായത് മോഷൻ ഈസ് ഇൻ എ സിംഗിൾ പ്ലെയിൻ. However, L is fixed in space and it follows that R can only move in the plane perpendicular to L to the origin. അതാണ് നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞു. Since the motion is confined to a plane, we can, without loss of generality,
choose our coordinate system so that the motion is in the xy plane. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ മോഷൻ നടക്കുന്ന പ്ലെയിനെ നമുക്ക് വേണമെങ്കിൽ xy പ്ലെയിനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് xy പ്ലെയിനിലൂടെ മാത്രമേ ഈ മോഷൻ നടക്കാറുള്ളൂ. ഇൻട്രൊഡ്യൂസിംഗ് polar coordinates, the equation of motion mu r double dot is equal to f of r into r cap become mu of r double dot minus r theta dot square is equal to f of r mu of r theta double dot plus 2r dot theta dot is equal to 0. എന്താണിത്? നമ്മൾക്ക് അറിയാൻ പറ്റും, പോളാർ കോർഡിനേറ്റിൽ വെലോസിറ്റിക്ക് രണ്ട് ടേമുകളുണ്ട്. ഒന്ന് ഇൻ ടേംസ് ഓഫ് ആർ ഉണ്ട്, ഒന്ന് ഇൻ ടേംസ് ഓഫ് തീറ്റയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആർ കമ്പോണന്റിനെയും തീറ്റ കമ്പോണന്റിനെ നമ്മൾ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടുന്നത്. ഇവിടെ മ്യൂ ആർ ഡബിൾ ഡോട്ടിൽ ആക്സിലറേഷൻ ആയതുകൊണ്ട് അതിന് രണ്ട് കമ്പോണന്റ് ഉണ്ട്. അതിലൊന്ന് നമ്മൾ ആർ കമ്പോണന്റ് ആണ് ഇത്. അപ്പോൾ നമ്മൾ വലതുവശത്ത് ഫോഴ്സിന്റെ ആർ കമ്പോണന്റുമായിട്ട് ഇക്വേറ്റ്, കാരണം വി ഹാവ് ഓൾറെഡി നോ ദാറ്റ് എഫ് ആർ ഇൻറ്റു ആർ ക്യാപ്പ് ആണ് ഫോഴ്സ്. അപ്പോൾ അവിടെ ആർ ക്യാപ്പ് ഉണ്ട്, ആറിന്റെ കമ്പോണന്റ് ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആർ കമ്പോണന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. അതേപോലെ ആക്സിലറേഷന് രണ്ടാമത്തെ കമ്പോണന്റ് ഉണ്ട്, അത് തീറ്റ കമ്പോണന്റ് ആണ്. ആ തീറ്റ കമ്പോണന്റിന്റെ വാല്യൂ ആണ് മ്യൂ ഓഫ് ആർ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് 2r dot theta dot is which is equal to 0. Why? Because force have only one component, that is r component. There is no component for theta. So in case of second equation, the RHS is 0. So we are going to discuss the another properties of central force, that is the energy and angular momentum are constants of the motion. മോഷനിൽ എനർജിയും ആംഗുലാർ മൊമെന്റും കോൺസ്റ്റന്റ് ആയിരിക്കും. എങ്ങനെയാണ് എനർജിയും ആംഗുലാർ മൊമെന്റവും കോൺസ്റ്റന്റ് ആകുന്നതെന്ന് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. We have reduced the problem to 2 dimension by using the fact that the direction of L is constant. We were discussed earlier. There are two other important constants of central force motion. One is the magnitude of angular momentum, which is small l. Similarly, the total energy, that is capital E. So we will move forward with this small l, that is the magnitude of angular momentum, and capital E, that is the total energy. Using small l and E, we can solve the problem of central force motion more easily and with greater physical insight than by working with equation 1 and 2. These are the two equations which we were discussing in the previous slide. ഈ രണ്ട് ഇക്വേഷനെ കഴിഞ്ഞും വളരെ ഈസി ആയിട്ട് ആംഗുലാർ മൊമെന്റവും മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെന്റവും എനർജിയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൻട്രൽ ഫോഴ്സ് മോഷൻ ഇക്വേഷനെ മോർ ഈസി ആയിട്ട് ഡിറൈവ് ചെയ്യാം എന്നാണ് പറയുന്നത്. Let us see. The angular momentum of mu has magnitude small l is equal to mu r v theta. ഇത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ടേം ആണ്. ഡയറക്ഷൻ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. Which is equal to mu r square theta dot, where v theta, the component of velocity in theta, is equal to r theta dot, which we can substitute on this way, so that the final equation L is equal to mu r square into theta dot. Total energy of mu is E is equal to half mu v square plus u of r. So total energy is equal to kinetic energy plus potential energy here, which is equal to 1/2 into mu times r dot square plus r square theta dot square plus mu of r, because velocity have two components, where potential energy u of r is given by u of r minus u of ra, which is equal to minus integral ra to r f of r into dr. ഇത് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ബേസിക് ഇക്വേഷൻ ആണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു മെറ്റീരിയലിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഉപയോഗിക്കുന്ന എനർജീനെയാണ് നമ്മളിവിടെ സാധാരണഗതിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് സമാനമായിട്ടാണ് ഒരു റെഫറൻസ് പോയിന്റിൽ നിന്നും ഒരു റെഫറൻസ് പോയിന്റിലേക്ക് ഇൻഫിനിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിലേക്ക്, അതിനാണ് നമ്മൾ സാധാരണ റെഫറൻസ് പോയിന്റ് എന്ന് പറയാറുള്ളത്. അതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് അറ്റ് ദാറ്റ് പോയിന്റിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇൻഫിനിറ്റിനാണ് ഈ കേസിൽ നമ്മൾ സാധാരണഗതിയിൽ റെഫറൻസ് പോയിന്റ്. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി യു ഓഫ് ആർ മൈനസ് യു ഓഫ് ആർ എ, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ആർ എ ടു ആർ എഫ് ഓഫ് ആർ ഇൻറ്റു dr. The constant u of ra is not physically significant, and so we can leave ra unspecified. Adding a constant to the energy has no effect on the motion. Now substitute theta dot from equation number 3 to 4. The result is മൂന്നാമത്തെ ഇക്വേഷൻ നാലാമത്തെ ഇക്വേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീറ്റ ഡോട്ടിനെ ഇക്വേഷൻ 3-ൽ നിന്ന് നമുക്ക് 4-ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരും E is equal to half mu into
r dot square plus half mu r dot theta dot square plus u of r ആണുള്ളത്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ r dot theta dot squareലേക്ക് നമ്മൾ l square by mu square r raised to 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം മുകളിലത്തെ ഇക്വേഷനിൽ തീറ്റ ഡോട്ടേ ഉള്ളൂ, താഴേക്ക് നമുക്ക് തീറ്റ ഡോട്ട് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ E is equal to ഫസ്റ്റ് ടൈം as it is half into mu r dot square plus half into some cancellation നടത്തി അവിടെ, അതിനുശേഷം 1/2 into L square divided by mu r square plus u of. This looks like the equation of motion of a particle moving in one dimension. All reference to theta is gone. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ എനർജി എന്ന് പറഞ്ഞ ടൈം ഇപ്പോൾ ഒരു വൺ ഡയമെൻഷൻ ആണ്, ആറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. നമ്മൾ സിമ്പിൾ ആയിട്ട് തീറ്റ ഡിപ്പെൻഡൻസി ഇവിടെ ഒഴിവാക്കി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യു എഫക്റ്റ് of r is equal to 1/2 into L square divided by mu r square plus u of r. അപ്പോൾ ഈ മുകളിലത്തെ ഇക്വേഷനിലെ റൈറ്റ് സൈഡിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേമിനെ നമ്മൾ മൊത്തത്തിൽ യു എഫക്റ്റ് എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ എന്തെഴുതാം? E is equal to half mu r dot square plus u effective എന്നെഴുതാം. അതായത് ഈ ഇക്വേഷനിലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. ഇത് കൈനറ്റിക് എനർജിന്റെ ടേമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ഇതിന് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ടേമായിട്ട് കൺസിഡർ ചെയ്യാം. ഓൾദോ ഇതിന്റെ ഉള്ളിൽ തന്നെ രണ്ട് ടേമുകളുണ്ട്. ഓക്കെ, സോ ഈ എഫക്ട് ഈസ് കോൾഡ് ദി എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എനർജി. Often it is referred as the effective potential energy. Differs from the true potential u of r by the term half L square by mu r square is called the centrifugal potential. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇക്വേഷനിലെ ഒരു സാധാരണ ഒരു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ടേമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ യു എഫക്ട് എന്ന് പറഞ്ഞൊരു ടേം കൊടുത്തേക്കുന്നത്. ഓൾദോ it consists of two types. Solution of equation 4 is equal to E minus U effect is equal to half mu r dot square. ഇതിൽ നിന്ന് നമുക്ക് r dot square നെ മാറ്റി എഴുതി കഴിഞ്ഞാൽ r dot square is equal to 2 by mu into E minus U effect. അപ്പോൾ നേരത്തെ കാണിച്ച ഇക്വേഷൻ അതിന്റെ സൊല്യൂഷൻ നമുക്ക് എന്ന് പറയുന്നത് ഇതിന്റെ ആറിന്റെ വാല്യൂ ആയിരിക്കും. ആറിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദിസ് ഈസ് ആർ ഡോട്ട് സ്ക്വയർ ആണ്, ദിസ് ഈസ് ആർ ഡോട്ട് സ്ക്വയർ ആണ്. ആർ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി ആർ ബൈ ഡി ടി ആണ്. അപ്പോൾ ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by mu into E minus U effect. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്ക്വയറിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ക്വയർ റൂട്ടിലേക്ക് വരും. ആർ ഡോട്ട് എന്ന് പറയുന്നത് ഡി ആർ ബൈ ഡി ടി ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. കാരണം റൈറ്റ് സൈഡിലെ ഇക്വേഷൻ നമുക്ക് താഴേക്ക് ക്രോസ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാം. ഡി ടിനെ മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കിതിനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു ആർ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഇന്റഗ്രൽ r0 to r dr by root of 2 by mu into E minus U effective എടുക്കാം. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ t minus t0 കിട്ടും. അപ്പോൾ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ടിന്റെ ടൈമിലും ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ആറിലും. ഇക്വേഷൻ 5 gives us r as a function of t, although the integral may have to be done numerically in some case. To find theta as a function of t, we can use the solution for r in equation 3. Equation 3 ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് d theta by dt is equal to L by mu r square എവിടെ നിന്ന് കിട്ടി? ഇക്വേഷൻ 3ൽ തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? d theta by dt. അപ്പോൾ d theta by dt എന്താ പറഞ്ഞാൽ ഈ mu r squareനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ ഈ ഏഴാമത്തെ ഇക്വേഷൻ. Since r is known as a function of t from equation 5, it is possible to integrate to find theta. അപ്പോൾ നമുക്ക് നേരത്തെ ഇക്വേഷൻ ഇവിടെയുണ്ട്, അഞ്ചാമത്തെ ഇക്വേഷൻ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഏഴാമത്തെ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ടിയിലും തീറ്റയിലും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. കാരണം ഈ ഡി ടി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ തീറ്റ കമ്പോണന്റ് ആയി. ഡി തീറ്റനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന തീറ്റ മൈനസ് തീറ്റ 0 വിച്ച് ഈസ് ഈക്വൽ ടു എൽ ബൈ mu r സ്ക്വയർ ഈസ് എ കോൺസ്റ്റന്റ്. സോ ഇന്റഗ്രൽ t0 to t L by mu r സ്ക്വയർ ഇൻറ്റു ഡി ടി. ഇപ്പോൾ അതിൽ നിന്നും നമുക്ക് തീറ്റയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ടു നോ ദി r as a function of theta other than as a function of time, because പ്ലാനറ്ററി മോഷനും അതുമായി ബന്ധപ്പെട്ട
ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യുമ്പോൾ ആറിന്റെ ഡിപ്പെൻഡൻസി ഓൺ തീറ്റ അതാണ് കൂടുതൽ നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത്. സോ വി ഹാവ് ടു ഡിറൈവ് എ സൊല്യൂഷൻ ഇൻ ടേംസ് ഓഫ് ആർ ഓഫ് തീറ്റ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇൻ കേസ് ഓഫ് പ്ലാനറ്ററി മോഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 7 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 5 ഗീവ്സ്. ഇക്വേഷൻ നമ്പർ 7 എന്താ പറഞ്ഞേക്കുന്നത്? dr by dt. ഇക്വേഷൻ നമ്പർ 5 ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 7 എന്താ പറഞ്ഞേക്കുന്നത്? d തീറ്റ ബൈ dt. ഓക്കെ, ഇക്വേഷൻ നമ്പർ 5 dr by dt. അപ്പോൾ അങ്ങനെയാണെങ്കിൽ d തീറ്റ ബൈ dt ഡിവൈഡഡ് ബൈ dr by dt. അപ്പോൾ നമുക്ക് അതിനെ മൾട്ടിപ്പിൾ ചെയ്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? d തീറ്റ ബൈ dr കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ d തീറ്റ ബൈ dr ഈസ് ഈക്വൽ l ബൈ mu r സ്ക്വയർ ഇൻറ്റു 1 ബൈ അണ്ടർ റൂട്ട് 2 ഡിവൈഡഡ് ബൈ mu ഇൻറ്റു e മൈനസ് u എഫക്റ്റീവ് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പലതരത്തിലുള്ള ടൈമുകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന്, തീറ്റയും ആറും തമ്മിലുള്ള ഡിപ്പെൻഡൻസി, ആറും ടൈമും തമ്മിലുള്ള ഡിപ്പെൻഡൻസി, അതേപോലെ തീറ്റയും ടൈമും തമ്മിലുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ഡിപ്പെൻഡൻസി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്ലാനറ്ററി മോഷനിലേക്ക് എത്തുമ്പോഴേക്കും പലതരത്തിലുള്ള ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞ ആർ ഓഫ് തീറ്റ കിട്ടി, അതേപോലെ ആർ ഓഫ് തീറ്റ കിട്ടി, തീറ്റ ഓഫ് ടൈം കിട്ടി. ഇങ്ങനെ പലതരത്തിലുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്ലാനറ്ററി മോഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും വിവിധ തരത്തിലുള്ള ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യും. ഇറ്റ് ഈസ് നോട്ടീസ് ദാറ്റ് വി ഫൗണ്ട് ദി സൊല്യൂഷൻ വിത്തൗട്ട് യൂസിംഗ് ദി ഇക്വേഷൻ ഓഫ് മോഷൻ. ആക്ച്വലി വി ഡിഡ് യൂസ് ദം ബട്ട് ഇൻ എ ഡിസ്യൂസ്. പ്ലാനറ്ററി നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനെ നേരിട്ട് ഉപയോഗിക്കാതെയാണ് നമ്മളിപ്പോൾ ഈ ഇക്വേഷനിലേക്ക് എത്തിയേക്കുന്നത്. അപ്പോൾ ഡിഫറൻഷിയേറ്റിംഗ് L ഈസ് ഈക്വൽ ടു mu r സ്ക്വയർ ഇൻറ്റു തീറ്റ ഡോട്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം വിച്ച് ഗീവ് 0 ഈസ് ഈക്വൽ ടു mu r സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് 2r r ഡോട്ട് തീറ്റ ഡോട്ട്. എങ്ങനെ കിട്ടിയേക്കുന്നത്? L കോൺസ്റ്റന്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ടൈം കിട്ടും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? mu r സ്ക്വയർ ഇൻറ്റു d ബൈ dt ഓഫ് തീറ്റ ഡോട്ട് എന്താണ്? തീറ്റ ഡബിൾ പ്ലസ് തീറ്റ ഡോട്ട് mu ഇൻറ്റു d ബൈ dt ഓഫ് r സ്ക്വയർ. വാട്ട് ഈസ് d ബൈ dt ഓഫ് r സ്ക്വയർ? 2r r ഡോട്ട്. അപ്പൊ അങ്ങനെ നമുക്കിവിടെ 2 ടൈം കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് mu ഓഫ് r തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് 2r ഡോട്ട് തീറ്റ ഡോട്ട് ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ പലതരത്തിലുള്ള ഇക്വേഷനെ നമുക്ക് കണ്ടെത്താൻ പറ്റും, which is identical to the tangential equation of motion equation 1. Similarly, a differential form of energy equation with respect to time gives the radial equation of motion in equation number 2. അപ്പോൾ ഈ ഒന്നാമത്തെ ഇക്വേഷനെയും രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഏറ്റവും ആദ്യമേ ഡിസ്കസ് ചെയ്താണ്. അതിന് സമാനമായിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചത്. അങ്ങനെ ഇക്വേഷൻ ഓഫ് മോഷനിൽ തുടങ്ങാതെ തന്നെ അതിന് സമാനമായിട്ടുള്ള ഇക്വേഷനിലേക്ക് നമുക്ക് ഇവിടെ എത്താൻ. രണ്ടാമത്തെ അനദർ പ്രോപ്പർട്ടി ഓഫ് സെൻട്രൽ ഫോഴ്സ് മോഷൻ ആണ് ദി ലോ ഓഫ് ഈക്വൽ ഏരിയാസ്. ലോ ഓഫ് ഈക്വൽ ഏരിയാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് പ്ലേസ് ലോയിൽ ആപ്ലിക്കബിൾ ആയിട്ടാണ്. വി നോ ദാറ്റ് ഫോർ എനി സെൻട്രൽ ഫോഴ്സ് ആർ സ്വീപ്സ് ഔട്ട് ഈക്വൽ area in equal time. This general property of central force motion is a direct consequence of the fact that the angular momentum is constant. അപ്പോൾ ഈ ഡെറിവേഷൻ ലോസ് ഓഫ് ഏരിയാസ്, ലോസ് ഓഫ് ഈക്വൽ ഏരിയാസ് എന്ന് പറഞ്ഞ ടോപ്പിക് നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചതായതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷനിലേക്ക് നടക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ, വേറൊരു വീഡിയോയിൽ നമുക്ക് ഈക്വൽ ഏരിയാസിന്റെ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാം. എങ്കിലും നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഇത്തരം കാര്യങ്ങൾ പഠിച്ചതായതുകൊണ്ട് ആ നോട്ട് റെഫർ ചെയ്യുന്നതായിരിക്കും. നന്ദി. അതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആകപ്പാടെ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് സെൻട്രൽ ഫോഴ്സ് മോഷന്റെ ഡിഫറെന്റ് ആയ പ്രോപ്പർട്ടീസ് ആയിരുന്നു. ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മോഷൻ ഈസ് കൺഫൈൻഡ് ഇൻ എ സിംഗിൾ പ്ലെയിൻ. ഒരു പ്ലെയിനിലായിരിക്കും ഇതിന്റെ മോഷൻ കൺഫൈൻഡ് ആവുക. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആംഗുലാർ മോഷൻ, ആംഗുലാർ മൊമെന്റ് കോൺസ്റ്റന്റ് ആണ്. അതേപോലെ എനർജി ടൈമിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തേത് ദി ലോ ഓഫ് ഈക്വൽ. താങ്ക് യു വെരി മച്ച്.